അതാണെന്നുള്ളത് നമുക്കറിയാതെ നമ്മൾ ഒരാളിനെ പറ്റി പറയാൻ പാടില്ല. പക്ഷെ എന്തായാലും പോസ്റ്റർ നമുക്ക് നഷ്ടപ്പെട്ട് കയറിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. നമ്മുടെ ആ പോസ്റ്ററിന്റെ അടിസ്ഥാനമാക്കി നമ്മൾ അവിടെ ഒട്ടിക്കുകയും പിന്നെ കൂടാതെ അവിടെ വേറെ അക്രമം ശക്തമായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പയ്യന്മാരൊന്നുമില്ല. ഇത് ശരിക്കും പോസ്റ്ററുകൾ ഒട്ടിച്ച ശേഷം 1 മണിക്കൂർ കഴിയണ്ട, അതിന് മുന്നേ കീറിക്കളയാണ് ചെയ്യുന്നത്. ചെറുത് ആരൊക്കെയുള്ളത് ഈ സ്ഥലത്ത് രാജീവ് ചന്ദ്രന്റെ പോസ്റ്റർ കീറിയെന്നൊരു വാർത്തയുണ്ട്, എന്താ സത്യാവസ്ഥ? അത് നമ്മൾ 2-3 ദിവസത്തിനകത്ത് രാത്രിയും പകലും ഇല്ലാതെ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഈയിടയ്ക്ക് ഒരു മഴയും പെയ്തു, പക്ഷെ അങ്ങനെ ഒന്നും കീറിയതല്ല. ഇത് 3-4 പ്രാവശ്യം ഇതുപോലെ കീറുകയും നമ്മൾ അത് വീണ്ടും ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ ശരിക്കും പറഞ്ഞ ഒരു പരാജയം അവർ കണ്ടുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നാണ് നമുക്ക് തോന്നാനുള്ള കാരണം നമ്മുടെ ആ പോസ്റ്ററിന്റെ അടിസ്ഥാനമാക്കി നമ്മൾ അവിടെ ഒട്ടിക്കുകയും പിന്നെ കൂടാതെ അവിടെ വേറെ അക്രമം ശക്തമായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പയ്യന്മാരൊന്നുമില്ല. ഇത് ശരിക്കും പോസ്റ്ററുകൾ ഒട്ടിച്ച ശേഷം 1 മണിക്കൂർ കഴിയണ്ട, അതിന് മുന്നേ കീറിക്കളയാണ് ചെയ്യുന്നത്. കീറിക്കളഞ്ഞപ്പോൾ അതുപോലെ ഫ്ലക്സുകൾ വെച്ചിരുന്നതിനെ കെട്ടവത്തിടുക, അങ്ങനെ ഒരുപാട് ഫലങ്ങളും ഇങ്ങനെയുള്ള ദോഷങ്ങളും കണ്ടിരിക്കുകയാണ്. പിന്നെ അവർ പരാജയം കണ്ട് തന്നെ ഇത്രയും പ്രവർത്തനങ്ങളിൽ നമ്മളെ ഇത്രയും ദോഷം ചെയ്യണമെന്നാണ് നമ്മുടെ 3 പ്രാവശ്യം വിജയിച്ച ശശി തരൂർ 15 വർഷമായിട്ട് തിരുവനന്തപുരത്ത് MP ആണ്. അപ്പോൾ ഈ ശശി തരൂർ പരാജയ ഭീതി മനസ്സിലുണ്ടോ? തീർച്ചയായിട്ടും അവരുടെ പരാജയം അത് മാത്രമല്ല, അവരുടെ ആ പ്രവർത്തന മേഖലയിൽ നമ്മുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. മഹിളയുടേതാവട്ടെ അല്ലാതെ എല്ലാ രീതിയിലും നന്നായി നടക്കുന്നുണ്ട്. പക്ഷേ അവർ ശരിക്കും പറഞ്ഞാൽ ഭയത്തിന് ഇങ്ങനെ ഒരു അക്രമശക്തി ഉണ്ടാക്കി നമ്മളതിനെ പ്രതികരിച്ച് നമ്മളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഇത്. അതിൽ നിന്നാണ് ഇപ്പം പഠിക്കാനുള്ളത്. പോസ്റ്റർ ചെയ്ത് UDF ആണോ LDF ആണോ ഒരു ഉറപ്പുണ്ടോ? നമുക്ക് ശരിക്കും ഈ പരാജയം തുടർന്ന് ഇപ്പോൾ LDF ആയിരുന്നു UDF ആയിരുന്നു ഇവരിലുള്ള ആളുകൾ തന്നെ കീറാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് നമ്മുടെ തന്നെ ഒട്ടിച്ച് നമ്മൾ കീറാനുള്ള ആളുകൾ ഇല്ലല്ലോ. നമുക്ക് അതിനെ പ്രവർത്തനമായിട്ട് ഫ്ലക്സായിട്ട് ബോർഡായിട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവരിൽ നിന്ന് ആളുകൾ തന്നെ കീറാനാണ് സാധ്യത. ഇപ്പോൾ 15 വർഷമായ ശശി തരൂർ ഈ പുതിയതായിട്ട് വന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്റർ കീറുന്നു തോന്നുന്നു. അല്ല, ഇതിൽ എന്താണ് സത്യാവസ്ഥ നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം നമ്മളെ പാർട്ടി പ്രവർത്തകർ കൃത്യമായിട്ട് എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ അവരുടെ മന്ദതമായ മറ്റുള്ള പ്രവർത്തനം നടക്കുന്നതിൻ്റെ പേരിൽ അവർക്കത് ഭയമുണ്ട്. ആ ഭയത്തിൻ്റെ ഇതായിരിക്കാം ഇതൊക്കെ മുന്നോട്ട് പോകുന്നത്. ആരാണ് ചെയ്തത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. കൊച്ചു കുട്ടികളാണോ അതോ വേറെ വല്ലതാണോ ആരാണെന്നോ നമുക്കറിയാതെ നമ്മൾ ഒരാളിനെ പറ്റി പറയാൻ പാടില്ല. പക്ഷെ എന്തായാലും പോസ്റ്റർ നമുക്ക് നഷ്ടപ്പെട്ട് കയറിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. ഒരു പരാജയ ഭീതി മറച്ചു വെക്കാൻ വേണ്ടിയുള്ള ഒരു മുൻതൂക്കമാക്കിയത്. അല്ല, അത് പറയേണ്ട കാര്യമല്ല, പരാജയമാണല്ലോ. കാരണം 15 വർഷം ഇവിടെ ഇവിടെ വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി പറയേണ്ട കൂടുതലായിട്ട് കാര്യങ്ങളില്ല. കാരണം അത് തന്നെയാണ്, ഭയം തന്നെയാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകുന്ന അവരുടെ പ്രവർത്തനത്തിൻ്റെ ഇത് കാണാൻ പറയാൻ പറ്റും.